ഹായ് മൈ ലവ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു റാൻഡം ഹോൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവിടുന്നും ഇവിടുന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചേക്കുന്ന അങ്ങനത്തെ ഹോം ഡെക്കോർ ഉണ്ട്, അതിലെ ബുക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്യാനിസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ചേറെ കുഷൻസ്, പിന്നെ ബെഡ്ഷീറ്റ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ കോട്ടൺ ഫാബ് ഫെസ്റ്റിൽ നിന്നാണ് ഫസ്റ്റ് കുറച്ച് ഐറ്റംസ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉള്ളത് ഒരു റാൻഡം ഷോപ്പാണ്, എനിക്കറിയില്ല അതിൻ്റെ നെയിം, അത് ഒന്ന് ക്ഷമിക്കണം. കാരണം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു ഹോം ഡെക്കോറിൻ്റെ ഷോപ്പ് കണ്ടു, അങ്ങനെ കയറിയതാ കേട്ടോ. ഇനി അതുവഴി പോവുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നെയിം കൊടുത്തിരിക്കാം കേട്ടോ, ലൊക്കേഷൻ. കോട്ടൺ ഫാബ് ഫെസ്റ്റിൽ നിന്ന് നമ്മൾ കുറച്ചേറെ ബുക്സ് എടുത്തിരുന്നു. അവിടെ ത്രിഫ്റ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ് കേട്ടോ വരുന്നത്. അവർക്ക് അവിടെ കണ്ടെയ്നേഴ്സിൽ ബുക്സ് വരും. അത് നമ്മളിവിടെ യൂസ്ഡ് ആയിട്ടുള്ള ബുക്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ത്രിഫ്റ്റ് ചെയ്യാനായിട്ട്. അതിൽ മെയിൻലി എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ബുക്സ്. വിൻറ്റേജ് ബുക്സ് നമുക്ക് ത്രിഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുറച്ചേറെ ബുക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നന്നായിട്ട് റീഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുറച്ച് പേഷ്യൻസ് ഒക്കെ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഈ ഫോണിൻ്റെ യൂസേജ് വന്നേ പിന്നെ റീഡിങ് ഹാബിറ്റ് ഒന്ന് കുറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും അത് വീണ്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ചേറെ ബുക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ഇതൊരു നൊസ്റ്റാൾജിക് ഫീലും കൂടെ ചിലർക്ക് തരും. അപ്പം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ എടുത്ത ബുക്ക് എന്ന് പറയുന്നത് ദ ടൈം ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. കണ്ടന്റ് ഞാൻ താഴെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ താഴെ ഞാൻ കൊടുത്തേക്കാം. ഇത് വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് പറയാത്ത ഞാൻ. നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവീസിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മൂവീസ് എന്ന് പറയാം, ഷാർലറ്റ്സ് വെബ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു ഫാം ഹൗസും അവിടുത്തെ പിഗും പിന്നെ ഷാർലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പൈഡറും അതിൻ്റെ സ്പൈഡർ വെബും സംസാരിക്കാൻ പറ്റുന്ന കുറേ ആനിമൽസ് ഉള്ളൊരു ഫാം, അവിടുത്തെ ഒരു കുട്ടി, അങ്ങനെ. കൊച്ചിലെ എൻ്റെ അനിയനും ഞാനും കൂടെ കാണാത്ത ഇംഗ്ലീഷ് മൂവീസ് ഇല്ല കേട്ടോ. ഇങ്ങനത്തെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ്സ് ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. ലിറ്റിൽ റാസ്കൽസ്, പോളർ എക്സ്പ്രസ്, ക്രിസ്മസ് മൂവീസ് പിന്നെ പറയേ വേണ്ട, ഒന്നും ഞങ്ങൾ വിടാതെ കാണും. ചെസ്നട്ട്, പിന്നെ നാർണിയ. നാർണിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം വരുന്നുണ്ട് കേട്ടോ, ഞാൻ പറയാം. പിന്നെ നമുക്ക് ബ്രിഡ്ജ് ടു ടെറബിത്തിയ. ബ്രിഡ്ജ് ടു ടെറബിത്തിയ ആണെങ്കിൽ കണ്ടിട്ട് ഞങ്ങൾ കരഞ്ഞ് ഒരു പരുവമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ മൂവീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. ലിറ്റിൽ റാസ്കൽസ് കണ്ടിട്ട് ഞങ്ങൾക്കും അങ്ങനെ ഒരു ക്ലബ്ബ് വേണം, നോ ബോയ്സ് ക്ലബ്ബ് അങ്ങനെ വേണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ടൈപ്പായിരുന്നു അന്നത്തെ സമയത്ത്. പിന്നെ നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്നു, അതായിരുന്നു സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ഷാർലറ്റ്സ് വെബാണ് കേട്ടോ ഇതെടുത്തത്. ഇത് എനിക്ക് നമുക്ക് ഓൾറെഡി സ്റ്റോറി അറിയാമെങ്കിലും വിൻറ്റേജ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കിഡ്സിൻ്റെ ബുക്ക്. അപ്പോൾ അതിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് അഡൽട്സിൻ്റെ ബുക്കല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടൈനി ബിറ്റ് മാർവലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉള്ളൊരു കോമിക് ആയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ ഇത്. അവരുടെ ഫാമിലിയെ കുറിച്ച് കോമഡി രീതിയിൽ പുള്ളിക്കാരി വിവരിക്കുന്ന ഒരു ടൈപ്പ് ഒരു ബുക്കാണിത്. ഇതാണ് എനിക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലായത് കേട്ടോ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻസ് താഴെ തന്നെ കൊടുത്തിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു കിഡ്സ് ബുക്കാണ്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, അത് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാതിരിക്കത്തില്ല. അപ്പോൾ കിഡ്സ് ബുക്കിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സാന്റ ഈസ് കമ്മിങ് ടു മാഞ്ചസ്റ്റർ. നൊസ്റ്റാൾജിയ ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കിഡ്സ് ബുക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പത്തിലെ ഒരു ഫീലാണ് കേട്ടോ വരുന്നത്. എനിക്ക് എന്തായാലും കിഡ്സ് ഇല്ല ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇരുന്ന് വായിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇതിൻ്റെ അകത്തെ വിൻറ്റേജ് ആയിട്ടുള്ള നമ്മുടെ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കിഡ്സിൻ്റെ ബുക്കിന് ഒരു പ്രത്യേകതയാണ്, അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കോസി ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്നൊരു മൂവിയായിരുന്നു നാർണിയ. അതിൻ്റെ അകത്തെ ആ ഒരു സീനുണ്ടല്ലോ, ആ കുട്ടി ടർക്കിഷ് ഡിലൈറ്റ്സ് ചോദിക്കുന്ന ഒരു സീൻ, അത് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ടർക്കിഷ് ഡിലൈറ്റ്സ് എന്താന്ന് പറഞ്ഞിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു. ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊതി അങ്ങ് മാറി കിട്ടി കേട്ടോ. അതിൻ്റെ തന്നെ ബുക്സ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വിൻറ്റേജ് ആണ് കേട്ടോ. അത് മാത്രമല്ല ഇത് പ്രീ ഓൺഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരോ ഒരാൾ പണ്ട് ഇത് ആർക്കോ ഗിഫ്റ്റ് കൊടുത്തിരുന്ന ഒരു ബുക്കാണ്. അതും 1998 ഏപ്രിൽ 5 കൊടുത്താണ് കേട്ടോ. ടു ഡിയർ ഡെയ്സി, ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി റീഡിങ്, മച്ച് ലവ്, ലിയം, ടോം, ക്ലോയി ആൻഡ് ജോൺ. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഒരു ആരായിരിക്കും, ആർക്കായിരുന്നു കൊടുത്തിരുന്നത് ഇത് ശരിക്കും. അപ്പം ശരിക്കും എന്താ പറയുക, നമുക്ക് ആ ബുക്കിൽ നിന്ന് തന്നെ നമുക്കൊരു ഫീല് കിട്ടും, അത് ലവ്ഡ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. അതുപോലെ നല്ലൊരു സംഭവമാണ് ഈ ബുക്ക് എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര ഒരു ട്രഷർ പോലെയായിരുന്നു എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ. ഇത് കണ്ടപ്പോൾ തന്നെ ഞാനിത് എടുത്തു. നാർണി എന്തായാലും നമ്മൾ എടുക്കുമല്ലോ. ഈ റൈറ്റിംഗ് കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത് ആർക്കോ വേണ്ടി സ്പെഷ്യലായിട്ട് മേടിച്ച് അത് ഗിഫ്റ്റ് ചെയ്തിരുന്ന ഒരു ബുക്കാണ്. നെക്സ്റ്റ് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഈ ഫേവറേറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊക്കെ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെയും എൻ്റെ ഫേവറേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പറയും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. പീറ്റർ റാബിറ്റ് എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്, കാർട്ടൂൺ ക്യാരക്ടറാണ്. അതും ഒരു വിൻറ്റേജ് ഫീലാണല്ലോ നമുക്ക് തരുന്നത്. പീറ്റർ റാബിറ്റ്, പാഡിങ്ടൺ ബെയർ, ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ പിന്നെ വിടാതെ ഞാൻ പുറകെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആമസോണിലൊക്കെ പീറ്റർ റാബിറ്റ്സിന്റെ ബുക്ക്, വിൻറ്റേജ് ബുക്സ് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് ആണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഈ ബുക്സ് ഒക്കെ എനിക്ക് കിട്ടിയത് 250, 300 ആ റേഞ്ചിന് മാത്രം കേട്ടോ. അപ്പൊ അടുത്തത് നഴ്സറി റൈമിന്റെ ആണ് കേട്ടോ, പീറ്റർ റാബിറ്റിന്റെ. ഇത് നോക്ക്, ഒറിജിനൽ ഡ്രോയിങ്സിന്റെ ഈ വിൻറ്റേജ് ഡ്രോയിങ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. 90s അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വിൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ബുക്ക് എൻ്റെ സെലക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മോൺസ്റ്റേഴ്സ്, സോംബീസ് ആൻഡ് വാമ്പയേഴ്സ്. ഇനിയിപ്പോൾ എന്തായാലും ഹാലോവീൻ ഒക്കെ വരികയാണ്. അപ്പം നമുക്ക് ടേബിൾ ടോപ്പിൽ ഡെക്കോറായിട്ടൊക്കെ വെക്കാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ. എല്ലാ വാമ്പയേഴ്സിനെ കുറിച്ച് പറയാം, മോൺസ്റ്റേഴ്സിനെ കുറിച്ചും സോംബീസിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു ബുക്കാണ് ഇത്. നെക്സ്റ്റ് ബിയട്രിക്സ് പോട്ടറിന്റെ ഫുൾ കളക്ഷൻസ് ഉള്ളൊരു ബുക്കാണ് കേട്ടോ. ചെറിയ ചെറിയ സ്റ്റോറീസ് ആണ്. ഇത് കണ്ടോ, ദ ഗ്രേറ്റ് ബിഗ് ട്രഷറി ഓഫ് ബിയട്രിക്സ് പോട്ടർ വിത്ത് ഹെർ ഒറിജിനൽ ഇലസ്ട്രേഷൻസ്. ഇതൊക്കെ ശരിക്കും ഇനിയിപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മേളിലായിരിക്കും നമുക്ക് ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ കിട്ടുന്നത്. ശരിക്കും അതിൻ്റെ റിയൽ ഇലസ്ട്രേഷൻസും ഉണ്ട് അതിൽ. എനിക്കതാണ് ഭയങ്കര ഇഷ്ടമായതും. പീറ്റർ റാബിറ്റിന്റെ സ്റ്റോറീസ് ഉണ്ട്. ഞാൻ പറയാം ഇതിൽ കണ്ടന്റ് എന്തൊക്കെയാണ് കേട്ടോ. ഇത് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരിക്കത്തില്ല ശരിക്കും അഡൾട്ടിങ് എത്തിയവർക്ക്. പക്ഷെ എൻ്റെ കുട്ടിത്തം കുറച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. ദ ടെയിൽ ഓഫ് പീറ്റർ റാബിറ്റ് ഉണ്ട്, ദ ടെയിൽ ഓഫ് സ്ക്വിറൽ നട്കിൻ, ദ ടെയിൽ ഓഫ് ബെഞ്ചമിൻ ബണ്ണി, ദ ടെയിൽ ഓഫ് 2 bad mice, ദ ടെയിൽ ഓഫ് മിസസ് ടിക്കി വിങ്കു, ദ പൈ ആൻഡ് ദ പാറ്റി പാൻ. ഈ കഥകളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഏറെ ഉണ്ട്, ഇനിയുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് എടുത്തത്. പിന്നെ ലാസ്റ്റ് എടുത്തത് നമ്മുടെ ക്രിസ്മസ് ബുക്ക് തന്നെയാണ് കേട്ടോ. ഇതും കിഡ്സിന്റെ ബുക്ക് തന്നെയാണ്, പക്ഷെ ഇത് ശരിക്കും വിൻറ്റേജ് ആണ്. അതേ ഫീലാണ് കേട്ടോ. എൻ്റെ ബാക്കിൽ സ്നോമാനും ഉണ്ട്. ഇതിലും ശരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരിക്കും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പ് റൈറ്റിങ്സും ബിഗ് ലെറ്റേഴ്സിലായിട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ബുക്ക് കേട്ടോ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ബുക്സിന്റെ കളക്ഷൻസ് ഞാൻ എടുത്തത്. നെക്സ്റ്റ് നമ്മൾ അവിടുത്തെ സെറാമിക് ഷോപ്പിൽ കയറിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട എന്നെ കണ്ണിലുടക്കിയെന്ന് പറഞ്ഞാൽ, ബാക്കിയെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് ഡിസൈൻസ് ആയിരുന്നു അവിടെ കണ്ടിരുന്നത്. ഒരെണ്ണം മാത്രം എന്റെ കണ്ണിലുടക്കി. കാരണം അതിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, ചെക്കേർഡ് ആയിട്ടുള്ള പ്രിന്റ്സ് വരുന്ന കാനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ജാർസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ എടുത്തത് ഈ ജാറാട്ടോ. ഇതാകുമ്പം എയർ ടൈറ്റും ആണ്, കുറച്ച് എയർ ടൈറ്റ് ആണ്. ഫുള്ളി എയർ ടൈറ്റ് ആണെന്ന് പറയാൻ ഒക്കത്തില്ല, ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട്. ഇത് ചെക്കേർഡ് ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിച്ചണിലാണെങ്കിൽ നല്ലൊരു ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ട് ഷുഗർ, കോഫി അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ടും നല്ലൊരു ഇതാട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കേഴ്സ് ആണ്. അതും നമ്മുടെ എലിഫന്റിന്റെ ഷേപ്പിൽ. നമുക്ക് ഈ സമ്മർ സീസണിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കറാണ് കേട്ടോ. എനിക്ക് ഈ സോൾട്ട് ആൻഡ് പെപ്പർ ഷേക്കേഴ്സ് ആണെങ്കിലും നമ്മളിപ്പം സീസൺ അനുസരിച്ച് മാറ്റുകയാണെങ്കിൽ ഡെക്കറേറ്റീവ് എലമെന്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇപ്പം സമ്മർ സീസൺ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ചേഞ്ച് ആണെങ്കിലും അത് നല്ലൊരു ഇമ്പാക്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കും കേട്ടോ. നെക്സ്റ്റ് ഞാൻ അവിടെ നിന്ന് എടുത്തത് പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ഒരു ബെഡിങ് സെറ്റാണ്, മീൻസ് നമ്മുടെ ബെഡ്ഷീറ്റ്സ് ആണ്. ഇതായിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞാൻ നെക്സ്റ്റ് എടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞത്. അതിൽ നമുക്ക് 2 പില്ലോ കവേഴ്സും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ പ്രിന്റ് വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ ഒരു സ്പ്രിംഗ് സീസണിന്റെ ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത്. ബേർഡ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ടൈപ്പ് ഒരു ബെഡ്ഷീറ്റ്. എന്തായാലും ആ ലൈറ്റ് കളർ ആയതുകൊണ്ട് ഞങ്ങൾ ഇത് എടുത്തായിരുന്നേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു റാൻഡം ഷോപ്പിലേക്ക് പോയത്, അവിടെ നിന്നെടുത്ത സാധനങ്ങളാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് സമ്മർ സീസണിൽ ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ബ്ലൂ ആൻഡ് വൈറ്റ് പ്രിന്റ്സ്. അത് നമുക്ക് ഹോം ഡെക്കോറിലും വരുന്നുണ്ട്. ഇപ്പോൾ ബെഡ് ലിനൻസിലാണെങ്കിലും കുഷൻ കവേഴ്സിലാണെങ്കിലും ഒക്കെ നമുക്കതിപ്പോൾ വരുന്നുണ്ട്. ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ആ ഷോപ്പിൽ കണ്ടപ്പോൾ അപ്പം തന്നെ എടുത്തു. ഇത് ഫുൾ നമ്മുടെ കിങ് സൈസ് ബെഡിൻ്റെ ബെഡ്ഷീറ്റാണ് വരുന്നത്. ലിനൻ ബ്ലെൻഡ് ആണ് കേട്ടോ വരുന്നത്. ലിനൻ ബ്ലെൻഡ് കോട്ടൺ ആണ് വരുന്നത്. ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 850 ആയിരുന്നു കേട്ടോ ഈ ബെഡ്ഷീറ്റിന് വരുന്ന റേറ്റ്. ഇതിലും അതുപോലെ തന്നെ 2 പില്ലോ കവേഴ്സും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും അവിടെ ആണെങ്കിൽ അഫോർഡബിൾ റേഞ്ചിൽ ഒരുപാട് ടേബിൾ റണ്ണേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പോട്ട് ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം കിട്ടും, ടീ ടവൽസ് ഒക്കെ. അപ്പം ഞാൻ നെക്സ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ റണ്ണറാണ്. കാരണം നമുക്കത് എപ്പോഴും മാറ്റേണ്ട ഒരു സംഭവമാണ്. നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഇടേണ്ട വരും. കാരണം അതുപോലെ കറീസ് ആവുകയും ചിലത് നമുക്ക് കളയേണ്ടത് തന്നെ വരും, ചില കറകളൊന്നും നമുക്ക് അതിൽ നിന്ന് പോകാത്തപ്പോൾ. അപ്പോൾ അവിടെ 150 റുപ്പീസിന് മാത്രം 150 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ടേബിൾ റണ്ണറിന്. ഞങ്ങളുടേത് 4 സീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഓക്കെയാണ് ഇതിൻ്റെ ലെങ്ത്ത്.
ഇതൊരു പെയിൽ ഗ്രീൻ, ഒലിവ് ഗ്രീൻ പോലെ വരുന്ന ടൈപ്പ്, സേജ് ഗ്രീൻ എന്ന് പറയാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ കളർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കേർട്ടൻസ് വാഷ് ചെയ്യാനായിട്ട് ഇടുമ്പം നമുക്ക് ഒരു ബാക്കപ്പിനായിട്ടൊരു കേർട്ടൻ വേണമല്ലോ. അപ്പം അതിനായിട്ട് ഞാൻ എടുത്താണ് ഈ ഒരു പിങ്ക് കേർട്ടൻ കേട്ടോ. ഇതിൽ സിൽവർ റിങ്സും വരുന്നുണ്ട്. പിന്നെ ഒരു ഇതെന്ത് ഫാബ്രിക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ടെക്സ്ചർ വരുന്നതാണ് കേട്ടോ. കുറച്ച് ഷിയർ ആണ്, നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് രണ്ട് കേർട്ടനും വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കേർട്ടന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 395 റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി കേർട്ടൻസിന്. അതുപോലെ നമുക്ക് ഇടയ്ക്കൊന്ന് കേർട്ടൻ മാറ്റിയിടാം. എപ്പോഴും കഴുകേണ്ട സാധനമാണ് കേർട്ടൻസ്. അപ്പോൾ അത് മാറ്റിയിടുമ്പം നല്ലൊരു ഓപ്ഷനാണ് ബാക്കപ്പിനായിട്ട് ഇങ്ങനെ കുറച്ച് മേടിച്ച് വെക്കുന്നത്. നെക്സ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, അവിടെ ഏറ്റവും വലിയ കുഷൻസ് ഉണ്ടല്ലോ. നമുക്കതങ്ങനെ എപ്പോഴും കിട്ടാറില്ല വലിയ കുഷൻസ്. ഇവിടെ നോർമലി നമുക്ക് കിട്ടുന്നത് 14x14 ഇഞ്ചസ്, 16x16 ഇഞ്ചസ് അങ്ങനെയാണല്ലോ വരുന്നത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ കുഷൻ. ഇതിലൊരു ബിയുടെ ഒരു പ്രിൻ്റാണ് വരുന്നത്. പക്ഷേ ഇതിനാകെ വരുന്നത് 270 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ ഒരു കുഷൻ. കവർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ റാൻഡംലി ആമസോണിലൊക്കെ ചെക്ക് ചെയ്താൽ ഉണ്ടാവണം ഇതിൻ്റെ സൈസ് കവേഴ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരെണ്ണം കൂടെ നോക്കിയിരുന്നു, പക്ഷെ അവർക്ക് ഫുള്ളി സ്റ്റോക്ക് ഔട്ടാണ്. ഈ സാധനമൊക്കെ 270 കിട്ടിയാൽ എല്ലാവരും എടുത്തിട്ട് പോകും. പിന്നെ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൾ സീസൺ ഇങ്ങനെ വരികയാണ് കേട്ടോ. നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മുടെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോൾ സീസണിന് വേണ്ടിയിട്ടാണ്. അപ്പം ന്യൂട്രൽ ആയിട്ടുള്ള പംകിൻ എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കിട്ടിയിട്ടില്ല. ഇവിടെ ചെന്നപ്പോൾ ഈ സാധനം എൻ്റെ കണ്ണിലിടയ്ക്ക് ഹാൻഡ് മെയ്ഡുമാണ്. ഇതിൽ ഈ പോംസ് പോലെ വരുന്നുണ്ട്, ന്യൂട്രൽ ഷെയ്ഡുമാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു പംകിൻ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഹാലോവിൻ്റെ ഒരു ഡെക്കോറായിട്ടൊക്കെ നമുക്ക് വെക്കാമല്ലോ. അങ്ങനെ വെക്കാൻ പറ്റിയ നല്ലൊരു ന്യൂട്രൽ ഷെയ്ഡിൻ്റെ പംകിനായിരുന്നു. ഇതിന് ആകെ കൂടി റേഞ്ച് എത്ര? ഇത് 295 ആണ് ഇതിനും റേഞ്ച് വരുന്നത്. അങ്ങനെ എല്ലാം അഫോർഡബിൾ റേഞ്ചിലായിരുന്നു നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയിരുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞ ഒരു ട്രഷർ കിട്ടിയ പോലായിരുന്നു. ഞാൻ അങ്ങോട്ട് ഓടുന്ന ഇങ്ങോട്ട് ഓടുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും നല്ല കുഞ്ഞി ഷോപ്പാണ്. പക്ഷെ ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് സാധനങ്ങൾ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്ത ഐറ്റംസ്. എനിക്ക് ഈ OG യൂട്യൂബേഴ്സിൻ്റെ കൂട്ട് ഹോൾ വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഇങ്ങനെ കാണിച്ചു തരുമ്പം എന്തോ ഒരു ഇഷ്ടമാണ് എനിക്കതിങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ചെറിയ സാധനങ്ങളാണെങ്കിൽ കൂടി മേടിച്ചിട്ടുള്ളതെങ്കിലും അതിങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്തോ ഒരു ഹാപ്പിനെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്, റാൻഡമായിട്ടുള്ളൊരു ഹോൾ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ലവ് യു ഗൈസ്.